ആ പിന്നെ വേറെ എന്താ പറയാ, സെക്കൻഡ് ഹാഫിലോട്ട് വന്ന ഇതൊരു ശങ്കർ പടമായിട്ട് അങ്ങ് മാറി. ഹായ് ഗൈസ്, അപ്പോൾ സൂര്യനായകനായ കറുപ്പ് സിനിമ കണ്ടു. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്യുവാണ്. സോ അതിനു മുമ്പ് ഇന്നലെ സിനിമ ഇറങ്ങേണ്ടതാണ്, ബട്ട് പല പ്രൊഡക്ഷൻ ഇഷ്യൂസും ഫിനാൻഷ്യൽ കാരണങ്ങൾ കാരണം പടം ഇന്നലെ ഇറങ്ങിയിട്ടില്ല. ഞാൻ ഇന്നലെ 9 മണിക്കുള്ള ഫസ്റ്റ് ഷോ ബുക്ക് ചെയ്തതായിരുന്നു. പക്ഷേ സിനിമ റീഫണ്ടായി. അതിനുശേഷം 11 മണിക്ക് ബുക്ക് ചെയ്തു, ക്യാൻസലായി. പിന്നീട് RJ ബാലാജി ലൈവിൽ വന്നിട്ട് പുള്ളി ഇമോഷണലായിട്ട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു. അപ്പോൾ അതിൽ പുള്ളി പറയുന്നത് 6 മണിയാകുമ്പം സിനിമ റിലീസ് ചെയ്യും, അതിനുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ടെന്നാണ്. ബട്ട് സ്റ്റിൽ ഇന്നലെ ആയില്ല. എങ്കിലും മുംബൈയിലും പൂനെയിലുമൊക്കെ സിനിമ റിലീസായെന്നും അവിടെ ഇൻ്റർവെല്ല് വരെ സിനിമ റണ്ണായെന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം അവർ റൺ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു ദ സിനിമ. ഡയറക്റ്റഡ് ബൈ RJ ബാലാജി. പുള്ളിക്കാരൻ്റെ മുന്നത്തെ 2 സിനിമകളാണ് LKGയും മൂക്കുത്തിയമ്മനും. അപ്പോൾ ഈ 2 പടങ്ങളും എനിക്ക് ഓക്കെ ഒരു ആവറേജ് ഫീൽ ചെയ്യുന്ന പടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലോട്ട് വരുമ്പോൾ സൂര്യയും RJ ബാലാജിയും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ല. പക്ഷേ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ GK വിഷ്ണു. അപ്പോൾ അത് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല കളർഫുള്ളായിട്ടുള്ള, നല്ല വൈഡായിട്ടുള്ള വിഷ്വൽസും കളർ ഗ്രേഡിങ്ങും ഒക്കെ കാര്യങ്ങളൊക്കെയാണ്. പുള്ളിക്കാരൻ നമ്മുടെ അറ്റ്ലിയുടെ മെയിൻ ആളാണ്. മെർസൽ, ബിഗിൽ, അതുപോലെ ജവാൻ, ഇതിലൊക്കെ പുള്ളിയാണ് സിനിമാറ്റോഗ്രാഫർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വിഷ്വൽ ക്വാളിറ്റി ഈ മെർസലൊക്കെ കാണുമ്പോൾ വിഷ്വൽസൊക്കെ അടിപൊളിയാണ്. ആ സമയത്ത് വിഷ്വൽസൊക്കെ തിയേറ്ററിൽ കാണാൻ നല്ല രസമാണ്. ആളപ്പോറാൻ തമിഴൻ പാട്ടൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ജവാനിലെ ഇൻട്രോ സീന്, അതിലെ പല സീനുകളും ഒക്കെ എനിക്ക് ഭയങ്കര രസമുള്ള സീനുകളാണ് ആ സിനിമയിൽ വരുമ്പോൾ. പുള്ളിയുടെ സിനിമാറ്റോഗ്രാഫി. സോ മ്യൂസിക് സായ് അഭയങ്കർ. പുള്ളിക്കാരൻ്റെ മ്യൂസിക് ഇതിൽ സൂപ്പർ. പല സീനുകളും ഫ്ലാറ്റായിട്ട് പോകാനുള്ള സീനുകൾ മ്യൂസിക്കാണ് ഒന്ന് എലവേറ്റ് ചെയ്ത് നിർത്തുന്നത്. അതിന് സൂര്യ വരുന്ന പല സീനുകളാകട്ടെ, അതെല്ലാം നമുക്ക് ഒരു നോർമൽ സീനാണല്ലോ എന്ന് തോന്നിക്കാത്ത രീതിയിൽ പുള്ളിയുടെ BGM ആണ് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മലയാളി ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ. ഇന്ദ്രൻ ചേട്ടൻ, പിന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെ മകളായിട്ട് അനഘ, ആലപ്പുഴ ജിംഖാന ഫെയിം, അതിലൊരു ലീഡ് ആക്ട്രസ്സായിട്ട് വന്ന കുട്ടിയാണ്. പിന്നെ ശിവദ. അപ്പോൾ ഇവരൊക്കെ ഈ സിനിമയിൽ ചെറിയ റോൾ. ഇന്ദ്രൻ ചേട്ടനും മകളായിട്ട് അഭിനയിച്ച അനഘയ്ക്കും അത്യാവശ്യം റോളുണ്ട് ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ കഥ തന്നെ ഇവരുടെ സീൻ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ സൂര്യ എഴുതി കാണിക്കുന്ന ടൈറ്റിൽ അത് കിട്ടില്ല. അത് സൂപ്പർ. കളർ ടോൺ ആണെങ്കിലും ആ ഒരു ലോഗോ ആണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. BGM സൂപ്പർ. ഫസ്റ്റ് സീനിൽ തന്നെ സൂര്യയുടെ ഇൻട്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. സോ ബേസിക്കലി സിനിമ ഒരു ഫാൻറ്റസി പടമാണ്. ഫാൻറ്റസി പടം എന്ന് വെച്ചാൽ അങ്ങനെ അത്ര വലിയ ഫാൻറ്റസി അല്ല. സ്റ്റിൽ തീമെന്ന് വെച്ചാൽ അന്യായത്തിനെതിരെ മനുഷ്യർക്ക് ആഞ്ഞടിക്കാൻ പറ്റിയില്ലെങ്കിലും ദൈവം അവതരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ്. അതാണ് തീം. പക്ഷേ പാളിപ്പോയി എന്നാണ് എനിക്ക് ഫീലായത്. കാരണം സ്ക്രിപ്റ്റ് ഭയങ്കര മോശം. സ്റ്റോറി RJ ബാലാജി തന്നെയാണ്. പുള്ളിയുടെ സ്റ്റോറിയുടെ തീം കൊള്ളാം, പക്ഷേ സ്ക്രിപ്റ്റ് ഭയങ്കര മോശം. വേറെ ഒന്നുമല്ല, നമുക്ക് ഇതിലൊന്നുമില്ല. ഫസ്റ്റ് ഹാഫിൽ വരുമ്പോൾ ഇന്ദ്രൻ ചേട്ടൻ്റെയും മകളുടെയും ഒരു നിസ്സഹായക അവസ്ഥ. അവർ പുള്ളിക്കാരുടെ മകളായ അനഘയുടെ സർജറിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ലിവർ ട്രാൻസ്പ്ലാന്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ വരുന്നു വിത്ത് 60 പവൻ സ്വർണം. അപ്പോൾ അത് അന്ന് തന്നെ കളവ് പോകുന്നു. അപ്പോൾ കളവ് പോയാൽ അവരെന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ പോകും. പോലീസുകാർ അന്യായം കാണിച്ചാൽ എന്ത് ചെയ്യും? വക്കീലിൻ്റെ അടുത്ത് പോകും. വക്കീലും അന്യായം കാണിച്ചാൽ എന്ത് ചെയ്യും? ദൈവത്തിനെ പ്രാർത്ഥിക്കും. അപ്പോൾ അതാണ് സിനിമ. അപ്പോൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു, ദൈവം വിളിയേക്കുന്നു, ദൈവം അവതരിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരൻ കറുപ്പുസ്വാമി അല്ലെങ്കിൽ വേട്ടൈ കറുപ്പുസ്വാമിയായിട്ടാണ് പുള്ളിക്കാരൻ്റെ ഇതിലെ ക്യാരക്ടർ. അപ്പോൾ സൂര്യ ആ റോള് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂര്യ നമുക്ക് പെർഫോമൻസിനെ വിലയിരുത്താനൊന്നും പറ്റില്ല. ബട്ട് സ്റ്റിൽ പുള്ളിക്കാരൻ്റെ സ്ക്രീൻ സ്പേസ് ഇതിൽ ഫസ്റ്റ് ഹാഫിൽ വളരെ കുറവാണ്. അങ്ങനെയാണ് എനിക്ക് ഫീലായത്. പിന്നെ RJ ബാലാജി വില്ലനായിട്ടാണ് പുള്ളിക്കാരൻ അഭിനയിക്കുന്നത്. ഇതിൽ കുഴപ്പമില്ല. ഒരു നക്കൽ കലർന്ന ഒരു വില്ലൻ, ഒരു ഇച്ചിരി കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വില്ലൻ, അല്ലാതെ പീക്ക് വില്ലനിസമായിട്ടല്ല. പുള്ളി കളിയാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വില്ലനാണ്. ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഇവരുടെ സ്റ്റോറി, ഈ കളവ് പോയ ആ സ്വർണം തിരിച്ച് കിട്ടാനായിട്ട് പവറൊന്നും യൂസ് ചെയ്യാണ്ട് ഇത് പോരാടണം എന്ന് നമ്മുടെ വില്ലനായ RJ ബാലാജി സൂര്യയോട് ചലഞ്ച് ചെയ്യുന്നു.
പവറൊന്നും യൂസ് ചെയ്യാണ്ട് സാധാരണ മനുഷ്യനെ പോലെ ഇവർക്ക് വേണ്ടി കോടതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഥ പറഞ്ഞു പോകുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഓക്കെ ഫസ്റ്റ് ഹാഫ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഹാഫിൽ ഓക്കെ ഇനി എന്തൊക്കെയോ സംഭവങ്ങൾ കാണാം. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്ന ഇതൊരു ശങ്കർ പടമായിട്ട് അങ്ങ് മാറി. ശങ്കർ പടം എന്ന് പറയുമ്പോൾ നിങ്ങൾ അന്ധകാലത്തെ ഹിറ്റ് മേക്കർ ശങ്കറിൻ്റെ പടങ്ങൾ വിചാരിക്കരുത്. ഇപ്പോഴത്തെ ഫ്ലോപ്പ് മേക്കർ ശങ്കറിൻ്റെ സിനിമകൾ ആ ഒരു ടെംപ്ലേറ്റായി അങ്ങോട്ട് കംപ്ലീറ്റ്ലി. ഗെയിം ചേഞ്ചർ, ഇന്ത്യൻ 2, അമ്മാതിരി ഒരു ചിന്തയും ആ ഒരു എഴുത്തും സെക്കൻഡ് ഹാഫ്. ഇനി ശങ്കർ തന്നെയാണ് വന്ന് കഥ എഴുതി സെക്കൻഡ് ഹാഫ് ഡയറക്റ്റ് ചെയ്യുന്നവരെ ഞാൻ ചിന്തിച്ചു. അങ്ങനത്തെ സെക്കൻഡ് ഹാഫാണ് സെക്കൻഡ് ഹാഫ്. എന്ന് വെച്ച് പടുമോശം എന്നല്ല, പക്ഷേ ഫസ്റ്റ് ഹാഫായിട്ട് ഒരു രീതിക്കും അത് റിലേറ്റബിൾ അല്ല. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കഥയും ഇല്ല, കഥ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വിജയ് ഫാൻസിന് കൈയടിക്കാനായിട്ടുള്ള ഒരു മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഒരു റെഫറൻസ് പോലെ വച്ചേക്കുകയാണ്. അതുപോലെ തന്നെ ക്ലൈമാക്സിന് കുറച്ച് മുന്നേ സൂര്യ ഫാൻസിന് എണീറ്റ് നിന്ന് കൈയടിച്ച് ആഘോഷിക്കാനുള്ള ഒരു റെഫറൻസ് ഉണ്ട്. ഇത് രണ്ടും സിനിമയ്ക്ക് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ആവശ്യമല്ല. പക്ഷേ സൂര്യ ഫാൻസിന് ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് രസമാണിത്. അങ്ങനത്തുള്ള 2 റെഫറൻസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു സോങ് ഉണ്ട്. ഫസ്റ്റ് ഹാഫിലാണോ സെക്കൻഡ് ഹാഫിലാണോ അത് ഗോഡ് മോഡ് സോങ്. അത് കിടില അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അത് എനിക്ക് കണ്ടപ്പോൾ സിംഗം സിനിമയിലെ നാനേ ഇന്ദ്രൻ നാനേ ചന്ദ്രൻ ആ സോങ്ങിൻ്റെ ഒക്കെ ഒരു വൈബ് അടിച്ചു. കാരണം ഈ സൂര്യ നാട്ടിൻപുറത്തുള്ള റോളിലൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ്. ഇപ്പോൾ വേൽ സിനിമയിലാണെങ്കിലും ഇപ്പോൾ സിംഗത്തിലാണെങ്കിലും ഒക്കെ സൂപ്പറാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലത്തെ ഒരു വൈബിൽ ആ ഒരു സോങ് നല്ല രസമാണ്, ഈ അരിവാളൊക്കെ പിടിച്ചുകൊണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഇതാണ് പ്രശ്നം. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലൊന്നും ഇല്ല, നല്ല എഴച്ചിലുണ്ട്. സെക്കൻഡ് ഹാഫ് നല്ല രീതിക്ക് ലാഗ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. RJ ബാലാജിയെ എന്തിനാണ് ഈ പുള്ളി സെക്കൻഡ് ഹാഫ് ഇങ്ങനെ കൊണ്ട് അലമ്പാക്കിയെന്ന് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, മോശമല്ല, ഓക്കെ സെക്കൻഡ് ഹാഫിലോട്ട് എന്തെങ്കിലുമൊക്കെ ഓക്കെ ആകും എന്നുള്ള. ഗ്രാഫിക്സ്, ഈ സിനിമ നല്ലപോലെ ഗ്രാഫിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ നമ്മുടെ സൂര്യ ദൈവമായിട്ടൊക്കെ വരുന്ന അല്ലെങ്കിൽ കറുപ്പ് സ്വാമിയായിട്ട് വരുന്ന കുറച്ച് സീനുകളുണ്ട്. അപ്പോൾ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന കളർ ടോണ് നല്ല റെഡ് കളറാണ്. അത് കൊള്ളാം. പക്ഷേ ഗ്രാഫിക്സിലെ ഈ തീയൊക്കെ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ റിയലാക്കാമല്ലോ. റിയലെന്ന് വെച്ചാൽ ഈ കമ്പിൽ മറ്റേ തുണി ചുറ്റിയിട്ടുള്ള തീയില്ലേ, അതൊക്കെ റിയലാക്കാൻ വേണമെങ്കിൽ. ഇത് ഫുള്ള് ഗ്രാഫിക്സാണ്, ആണെന്ന് തോന്നുന്നു. നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ഇത് ഗ്രാഫിക്സ് തീയാണ് എന്നുള്ളത്. അമ്മതിരി തീ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്താൽ നമുക്കത് കുറച്ചുകൂടെ കിട്ടും. ഇതിലൊരു വാവ് മൊമെൻറ്റ്സോ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സോ ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി പറയാനായിട്ടില്ല. വാവ് മൊമെൻറ്റ്സ് ആയിട്ട് വേണമെങ്കിൽ സൂര്യയുടെ കറുപ്പ് സ്വാമിയായിട്ട് വരുന്ന ആ ഒരു ഗെറ്റപ്പും അപ്പോഴുള്ള പുള്ളിക്കാരൻ്റെ ആ ഒരു ഫ്രെയിമും ആ ഒരു കളർ ടോണും BGMഉം പുള്ളിക്കാരൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസും പറയാം. അത് വേറെ ഒന്നും സിനിമയിൽ പറയാനില്ല. അങ്ങനെയാണ് എനിക്ക് ഫീൽ ആയത്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. മൊത്തത്തിൽ തൃശയെ പറ്റി പറഞ്ഞാൽ തൃശയുടെ കാര്യം മറന്നുപോയി. തൃശയുടെ പേരെന്താണെന്നല്ലോ എനിക്ക് ഈ സിനിമയിൽ ഓർമ്മയില്ല. വില്ലൻ്റെ പേര് ബേബി കണ്ണൻ. അപ്പം അതുപോലെ വേറെ എന്ത് പറയാനാണ് ഇതിൽ? പിന്നെ വേറെ എന്ത് പറയാൻ? സൂര്യയുടെ കമ്പാക്കാണോ എന്ന് ചോദിച്ചാൽ ഞാനെന്ന പ്രേക്ഷകൻ്റെ മനസ്സിലുള്ള സൂര്യയുടെ കമ്പാക്ക് ഇതല്ല. ഇത് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു സ്റ്റോറി, നല്ലൊരു സ്ക്രിപ്റ്റും വന്നാലേ ആൾക്കാരിലോട്ട് ആ ഒരു ഇമോഷൻ കണക്റ്റ് ആവുള്ളൂ. ഇതിലിപ്പോൾ എനിക്ക് ഇമോഷൻ കണക്റ്റ് ആവുന്ന പോലെ ഒന്നുമില്ല. ഫാൻസിനെ ആഘോഷിക്കാനുള്ള സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഡേ മാത്രമല്ലല്ലോ ഈ സിനിമയുടെ ഗതി നിയന്ത്രിക്കുന്നത്. ജനറൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടണം, മൗത്ത് പബ്ലിസിറ്റി ഉണ്ടാവണം, ഇതൊക്കെ ഉണ്ടാവുമെന്ന് കണ്ടറിയാം. എന്തിനാണ് ഈ RJ ബാലാജി ഇങ്ങനെയൊക്കെ സെക്കൻഡ് ഹാഫിൽ ചെയ്ത് വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഒരു പ്രാവശ്യം കാണാം, മോശമല്ല. സൂര്യയ്ക്ക് വേണ്ടിയിട്ട് കാണാം. സൂര്യയുടെ ലുക്ക് അടിപൊളിയാണ്. പിന്നെ ക്ലൈമാക്സ് അടുപ്പിച്ച് സൂര്യ ട്രെയിലറിൽ കാണിച്ച ഒരു സീനുണ്ട്. അത് നമ്മൾ വേറൊരു വ്യക്തിയുമായിട്ട് ട്രോളൊക്കെ ഉണ്ടാക്കി നമ്മളത് കണ്ടായിരുന്നു. അപ്പോൾ ആ ഗെറ്റപ്പിൽ സൂര്യ വരുന്നൊരു സീനുണ്ട്. തമിഴ്നാട്ടുകാരൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കൂടുതലായിട്ട് കണക്റ്റ് ആവുമായിരിക്കും. നമുക്ക് ഇവിടുത്തെ ചങ്ങലമാടൻ
ഒരു സെറ്റപ്പാണ് അവിടുത്തെ കറുപ്പ്. അപ്പോൾ പുള്ളിക്കാരൻ ആ ഒരു ഗെറ്റപ്പിൽ വരുന്ന ഒരു സീനുണ്ട്. അതായത് തുടക്കത്തിൽ കാണിച്ച ആ ഇൻട്രോയിലുള്ള ഗെറ്റപ്പല്ല, വേറൊരു ഗെറ്റപ്പ്. അത് ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗെറ്റപ്പിൽ വരുന്ന സീനൊക്കെ കൊള്ളാം. അപ്പോഴുള്ള ഗ്രാഫിക്സൊക്കെ ഒന്ന് ശരിയാക്കണം. നമ്മളാരും ഇതൊക്കെ പറയാം. അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, താങ്ക് യു. എല്ലാവരും പോയി കാണുക. കണ്ടിട്ട് കൊള്ളാമോ കൊള്ളൂലേ എന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാതിരിക്കുക. അത്രേ ഉള്ളൂ. ബൈ.